സ്പെയിൻ പാർലമെന്റിൽ ഇന്നലെ, അതായത് മെയ് 14 ബുധനാഴ്ച നടന്ന ഒരു സുപ്രധാന പ്രസ്താവനയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ദ ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന പ്രമുഖ ഇസ്രായേലി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയുടെ അവലംബം. സ്പാനിഷ് പാർലമെന്റിലെ ഒരു MP ആയ ഗബ്രിയേൽ റുഫിയാൻ സ്പാനിഷ് പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഇസ്രയേൽ ഗാസയിൽ ഇപ്പോഴും തുടരുന്ന ഈ യുദ്ധ സാഹചര്യത്തിലും എന്തിനാണ് സ്പെയിൻ ഇസ്രയേലുമായി വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ വിമർശനത്തിന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പാർലമെന്റിലെ ചോദ്യോത്തര സെഷനിൽ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നരഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമായി സ്പെയിൻ ഇപ്പോൾ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. അതായത് ഇസ്രയേൽ ഒരു മനുഷ്യനെ കൂട്ടക്കൊല ചെയ്യുന്ന രാഷ്ട്രമാണ് എന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പരസ്യമായി പ്രസ്താവിച്ചത്. ഇസ്രയേൽ ഒരു ജനസൈഡൽ രാഷ്ട്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മനുഷ്യനെ നരഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ വംശഹത്യ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന്. ഗാസയിലെ ഇസ്രയേൽ യുദ്ധത്തെ കഠിനമായി വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സ്പെയിൻ പ്രധാനമന്ത്രി. മുമ്പ് പല തവണ അദ്ദേഹം തന്റെ പ്രതിഷേധങ്ങൾ പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, സ്പെയിനിന്റെ 2ാം ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായ യൊലാൻഡ ഡിയസ് നിരന്തരമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന്. സ്പെയിനും ഇസ്രയേലും തമ്മിലുള്ള വ്യാപാര ബന്ധം മരവിപ്പിക്കണമെന്നും യൊലാൻഡ ഡിയസ് ആവശ്യപ്പെടുകയുണ്ടായി. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സ്പെയിൻ സർക്കാരിന്റെ ഒരു പുതിയ നിലപാടല്ല ഇന്നലെ നമ്മൾ കണ്ടത്. ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച നാൾ മുതൽ തന്നെ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ചൊല്ലി ഇസ്രയേലിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് സ്പെയിൻ. കഴിഞ്ഞ വർഷം സ്പെയിനിന്റെ സാമൂഹ്യാവകാശ മന്ത്രി പാബ്ലോ ബുസ്റ്റിൻഡുയ് ഇസ്രയേലുമായി ബിസിനസ് നടത്തുന്ന ചില സ്പാനിഷ് കമ്പനികൾക്ക് കത്തെഴുതുകയും തങ്ങൾ നടത്തുന്ന ബിസിനസിന്റെ പണം ഇസ്രയേലിൽ നടക്കുന്ന വംശഹത്യയിലേക്കും മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് ആ കമ്പനികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മറ്റൊരു സ്പാനിഷ് മന്ത്രിയായ സിറാർ റെഗോ തന്റെ സമൂഹമാധ്യമത്തിൽ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യമായ ഫ്രം ദ റിവർ ടു ദ സീ എന്ന പോസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം സ്പാനിഷ് പ്രധാനമന്ത്രി നടത്തിയ ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ രംഗത്ത് വരികയുണ്ടായി. ഇസ്രായേലിലെ സ്പാനിഷ് അംബാസഡറായ ഏന സാലമോനിനെ ഔദ്യോഗിക ശകാരത്തിനു വേണ്ടി ഇന്ന് ഹാജരാവാൻ വേണ്ടി ഇസ്രായേൽ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വാർത്ത കൂടി വന്നിട്ടുണ്ട്. നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം മേയറായ ഫെംകെ ഹൽസേമ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയും ചർച്ചയായിരിക്കുകയാണ്. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണെന്ന് ഡച്ച് ഗവൺമെന്റ് കുറ്റപ്പെടുത്തണം എന്നതായിരുന്നു അവർ ഇന്നലെ നടത്തിയ ആവശ്യം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും ഗാസയിൽ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് ഇന്നലെ പ്രസ്താവിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യയെപ്പോലെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, അതായത് ഇസ്രായേലിനും പലസ്തീനിനും 2 രാഷ്ട്രങ്ങളായി നിലനിൽക്കാനുള്ള അധികാരം നൽകണം എന്ന സിദ്ധാന്തത്തെ പിന്തുണക്കുന്ന നിലപാടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് ഉള്ളത്.